ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ സിംബാബ്വെയെ 72 റൺസിന് പരാജയപ്പെടുത്തി സെമി സാധ്യതകൾ നിലനിർത്തിയിരിക്കുകയാണ്. മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 256 റൺസാണ് നേടിയത്. ഈ ട്വന്റി വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ത്യൻ ടീം നേടുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു സാംസൺ മികച്ച ഒരു തുടക്കം തന്നെയാണ് ഇന്ത്യക്കായി നൽകിയത്. 15 പന്തിൽ 24 റൺസാണ് സഞ്ജു അടിച്ചത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന അഭിഷേക് ശർമ്മ സിംബാബ്വെക്കെതിരെ 55 റൺസാണ് നേടിയത്. മികച്ച പ്രകടനമാണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത്. ഇഷാൻ കിഷൻ 38 റൺസും സൂര്യകുമാർ 33 റൺസും നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. അവസാന നിമിഷങ്ങളിൽ ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാണാൻ സാധിച്ചത്. തിലക് വർമ്മ 44 റൺസും ഹാർദിക് പാണ്ഡ്യ 50 റൺസുമാണ് നേടിയത്. 257 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്നു വന്ന സിംബാബ്വെയെ 184 റൺസിൽ ഒതുക്കുകയായിരുന്നു ടീം ഇന്ത്യ. ഹർഷദീപ് സിംഗ് 3 വിക്കറ്റും അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. 97 റൺസ് നേടി ബ്രെയിൻ ബെനറ്റും 31 റൺസ് നേടി സിക്കന്ദർ റാസയും സിംബാബ്വെക്കായി പൊരുതിയെങ്കിലും ഇന്ത്യയുടെ 257 റൺസ് എന്ന ടാർഗറ്റ് നേടാൻ അവർക്കായില്ല. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഇന്ത്യക്ക് സെമി സാധ്യതകൾ കൂടുതലാണിപ്പോൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം അതിനിർണായകമാണിനി.